ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷ ഈ മാസം 29-ാം തീയതിയാണ് അല്ലേ? അപ്പോൾ അവസാനഘട്ട തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ തയ്യാറെടുപ്പിനെയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൂസ്റ്റർ ബാച്ചുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വന്നിരിക്കുന്നത്. ഈ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് എൻറ്റയർ സിലബസ് പഠിച്ചു തീർക്കാം. 10 ദിവസം നമുക്ക് 2 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ലൈവ് ക്ലാസ്സിലൂടെ തന്നെ ഈ ഒരു എൻറ്റയർ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈവിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എൻറ്റയർ സിലബസ് ഈ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം സിലബസ് 50 മാർക്ക് GKയും ദെൻ 50 മാർക്ക് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അവിടെ 50-ല് എങ്ങനെയാണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ MS ഓഫീസും നമുക്ക് പഠിക്കാനുണ്ട്. MS ഓഫീസിൽ വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് 10 ദിവസം കൊണ്ട് എങ്ങനെ തീർക്കാമെന്ന് നോക്കാം. ഇവിടെ ഡേ 1-ൽ നമുക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും തീർക്കാൻ പറ്റും. കാരണം ഹിസ്റ്ററി നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ജോഗ്രഫിയും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഭാഗങ്ങള് നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഡേയിൽ തീർക്കാൻ പറ്റും. ദെൻ ഡേ 2-ലെ സയൻസ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് സയൻസിൽ ചോദിക്കുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഭാഗങ്ങളെ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് സയൻസ് കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്, അത് നമുക്ക് തീർക്കാം. ദെൻ ഡേ 3-ല് MS ഓഫീസ് സുഭാഷ് സാറിന്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഡേ 4-ല് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അവിടെ ജനറേഷൻസ് കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങള് നമുക്ക് തീർക്കാൻ പറ്റും അല്ലെ. ദെൻ ഡേ 5-ല് കോൺസ്റ്റിറ്റ്യൂഷൻ. ഡേ 6-ല് വീണ്ടും ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അവിടെ നമുക്ക് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് അല്ലെ. വന്ദന മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡേ 7-ല് വീണ്ടും കൺട്രീസ്, ക്യാപിറ്റൽ, കറൻസി, ഇൻവെൻഷൻസ്, ഡിസ്കവറി, ആർട്ട്, എന്റർടൈൻമെന്റ്, ഇത്രയും ടോപ്പിക്. ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വലിച്ചു വാരി പഠിക്കണ്ട അല്ലെ. അവിടെ നമുക്ക് കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൺട്രീസും അവയുടെ കറൻസീസും അത് സാധാരണ CSEB എക്സാമുകൾക്ക് ചോദിക്കാറുള്ള ഒന്ന് തന്നെയാണ് അല്ലെ. ക്ലർക്ക്, കാഷ്യർ പരീക്ഷകൾക്കൊക്കെ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് അതിനെയും കൂടിയും ബന്ധപ്പെടുത്തി കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. വീണ്ടും ഡേ 8-ല് വീണ്ടും MS ഓഫീസ് തന്നെയാണ്. കാരണം നമുക്ക് അവിടെ വേർഡും പവർ പോയിന്റും എക്സലും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് തീർക്കാൻ പറ്റില്ല. വീണ്ടും വരുന്നുണ്ട് ഡേ 9-ല് ഇക്കോണമി, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി. ഡേ 10-ല് കോർപ്പറേഷൻ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം. പക്ഷെ കുറേ നമ്മൾ സാധാരണ CSEB പരീക്ഷകൾക്ക്, ക്ലർക്ക്, കാഷ്യർ പോലെയുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്ന പോലെ കോർപ്പറേഷൻ ഒന്നും നമുക്ക് അറിയണ്ട. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ദെൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും കൂടി ഉൾപ്പെട്ടതായിരിക്കും ഡേ 10-ൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഡേ 10 കൊണ്ട് നമുക്ക് എൻറ്റയർ സിലബസ് നമ്മൾ എങ്ങനെ തീർത്തെന്ന് മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ ലൈവ് ക്ലാസ്സുകളുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന 10 ദിവസം കൊണ്ട് നമുക്ക് എൻറ്റയർ സിലബസ് ഇങ്ങനെ തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയ ബൂസ്റ്റർ ബാച്ച് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഒട്ടും സമയമില്ല നമ്മുടെ കയ്യിൽ. അവസാനവട്ട പ്രിപ്പറേഷൻ ആണ്. ഇനി കുറെ ഒക്കെ പഠിച്ചവരാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പഠനം ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ അതിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു ബാച്ച് കൂടിയാണ് ഇത്. അപ്പോൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് കൂട്ടുകാർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരും ഉണ്ടാവും അല്ലെ. അവരോട് സജസ്റ്റ് ചെയ്യുക. നല്ലൊരു അവസരമാണ്. പരീക്ഷയ്ക്ക് മുൻപ് അവസാനവട്ടം തകൃതിയായിട്ട് നമുക്ക് ഈ ഒരു പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് പറ്റും. അപ്പോൾ ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്